ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം. ഈ വർഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഞായറാഴ്ച ദിവസം കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. ആയുസ്സും ബലവും ആരോഗ്യവും തന്ന് ഈ ഭൂമിയിൽ നമ്മെ വീണ്ടും ശേഷിപ്പിച്ചു. ഒരു വർഷം നാം അനുഭവിച്ച ദൈവിക കരുതലിന് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം. എത്ര അത്ഭുതവും ജയോത്സവമായിട്ട് ദൈവം ഈ മണ്ണിൽ നമ്മെ നടത്തുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ നന്ദി കൊണ്ട് നമ്മുടെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്ത വലിയ പ്രവൃത്തിയെ ധ്യാനിക്കുവാൻ നമുക്ക് ഏവർക്കും ദൈവം കൃപ നൽകി സഹായിക്കട്ടെ. നമ്മുടെ ധ്യാനത്തിന് ആധാരമായി 50-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. Psalms 50:6. ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കാൻ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കും. ദൈവം ന്യായാധിപതി ആയിരിക്കാൻ ദൈവത്തെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തി. ഈ സങ്കീർത്തനത്തിലൂടെ പറയുകയാണ്, അവിടുന്ന് ന്യായാധിപതിയായ ദൈവമാണ്. ദൈവം ന്യായാധിപതിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ പറയട്ടെ, സകലരെയും ഒരുപോലെ നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ് ദൈവം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവത്തിന്റെ ന്യായവിധി അത് ദൈവം കൃത്യമായിട്ട് അതാത് സമയങ്ങളിൽ ചെയ്യുന്ന ദൈവമാണ്. എന്നാൽ അവിടെ ഒരു പദം കൂടി ചേർത്ത് പറയുന്നു, ദൈവം ന്യായാധിപതി ആയിരിക്കാൻ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. ന്യായാധിപതിയായ ദൈവം, ഇന്ന് പ്രഭാതത്തിൽ ന്യായാധിപതിയായ ദൈവത്തിന്റെ മുമ്പാകെ ന്യായമായ വിധിയാണ് എപ്പോഴും ഉള്ളത്. ഞാനും നിങ്ങളും വാസ്തവത്തിൽ ന്യായമായ വിധിക്ക് അർഹരായാൽ നിത്യ നരകമാണ് എനിക്കും നിങ്ങൾക്കും പറഞ്ഞിട്ടുള്ളത്. കാരണം നാം എല്ലാവരും പാപത്തിലാണല്ലോ അമർന്നു പോയത്. ദൈവത്തിന്റെ സാന്നിധ്യം പാപനിമിത്തമാണല്ലോ നമുക്ക് നഷ്ടമായിട്ട് തീർന്നത്. അങ്ങനെയെങ്കിൽ നീതിമാനായ ദൈവത്തിന്റെ നീതിയുള്ള കണ്ണുകളുടെ മുമ്പാകെ ന്യായവിധിക്ക് നാം അർഹരാണ്. നിത്യ നരകമാണ് നമുക്ക് വിധിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ ദൈവം ന്യായാധിപതി ആയിരിക്കാൻ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ എന്റെ ചിന്ത ഓടിയെത്തിയത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലേക്കാണ്. ആ ക്രൂശുമരണത്തിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ ആകാശത്തൊരു വലിയ മാറ്റം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെന്തായിരുന്നു? ആകാശം ഇരുണ്ട് വളരെ പെട്ടെന്ന് അന്ധകാര നിബിഡമാകുവാൻ ഇടയായിട്ട് തീർന്നു. നീതിയെ ഘോഷിക്കുകയാണ് അവിടുന്ന് ന്യായാധിപതിയായിരിക്കാൻ. നീതിയെ ഘോഷിക്കുന്നു ആകാശം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുക. ന്യായാധിപതിയായ ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ ത്രാണിയില്ലാതെ നിത്യ നരകത്തിൽ നിബന്ധിച്ചു പോകേണ്ടിവരായിരുന്ന നമ്മെ ഓർത്തപ്പോൾ ന്യായാധിപതിയായിരിക്കുന്ന ദൈവം തന്റെ പൊന്നോമന പുത്രന്റെ മേൽ നമ്മുടെ ശിക്ഷയെ ചുമത്തിയപ്പോൾ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീരുവാനിടയായിട്ട് തീർന്നു. അവിടെ ആകാശം ദൈവത്തിന്റെ നീതിയെ ഘോഷിച്ചു. എങ്ങനെയാണ് ഘോഷിക്കുന്നതെന്നറിയാമോ? അവിടെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ അന്ധകാരത്തിലൂടെ നമ്മുടെ കർത്താവ് കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നു. ആകാശം അത് വെളിപ്പെടുത്തി, ദൈവനീതി വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി അന്ധകാരത്തിന്റെ 3 മണിക്കൂറുകളിലൂടെ കടന്നുപോയി അതിവേദന സഹിച്ച് മരിച്ചു എങ്കിലും അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ മഹിമയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവപുത്രനായ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് പിതാവായ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്ത വൻ ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ന്യായവിധിയെ മാറ്റിയ ദൈവത്തിന് സകല പുകഴ്ചയും അർപ്പിച്ച് ഇന്ന് നമുക്ക് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. അവിടുത്തെ പൊന്നുനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ സുവിശേഷം ജീവിതം ധന്യമാക്കി, ന്യായപ്രമാണമെന്ന ശത്രുത്വം ഇല്ലാതാക്കി, നീതിയിൻ സൂര്യനാകും ദൈവത്തിൻ ഏകജാതൻ ശാപം വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചുയർത്തി